ജൂബിലി ഇപ്പം അമ്മയെ പറ്റി പറയാണ്ട് ഞാൻ ചെയ്യണം. അതായത് ഇങ്ങനെ ഒരു വീടിനടുത്തൊരു നാടക ക്യാമ്പ് നടത്തുക. ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ 2 അതിഥി വരിക എന്ന് പറയുന്നത് തന്നെ ഇത്രയും ഓർഡർ ചെയ്യാവുന്ന ഹോട്ടൽ സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെ ഉള്ളൊരു കാലത്ത് തന്നെ സത്യത്തിൽ ഈ കോളിംഗ് ബെല്ല് കേൾക്കുമ്പം പേടിയുള്ളൊരു കാലത്തിലേക്ക് നമ്മളിപ്പോൾ എത്തി. ഇവിടുന്ന് ബാക്കിലോട്ട് ആ ഒരു സമയത്ത് എപ്പോഴും ആളുള്ള ഒരു വീടായിരിക്കുമല്ലോ അത്. അതെ. എന്താ ഈ ട്രൂപ്പ് വണ്ടിയൊക്കെ തിരിച്ച് വീട്ടിലോട്ടാണ് വരുന്ന ഒരു ഓഫീസ് ഉണ്ടായിരുന്നോ വേറെ? അല്ല, സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് വേറെ ഒരു ഓഫീസും സ്റ്റേ ഉണ്ടായിരുന്നു. നേരത്തെ അങ്കിള് പറഞ്ഞ മറ്റേ മുനിസിപ്പൽ ലോഡ്ജ് ചേർത്തലയിലെ അവിടെ ആയിരുന്നു അവർക്കെല്ലാം റൂം എടുത്ത് വെച്ചത്. അതിനുശേഷം ചേർത്തലയിൽ ഞങ്ങളൊരു പ്രോപ്പർട്ടി മേടിച്ചു നാടകത്തിന് വേണ്ടി മാത്രം. അവിടെ വലിയൊരു ഓഡിറ്റോറിയം പണിതു. അതിന്റെ 2 സൈഡിലും ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് ക്യാമ്പും കാര്യങ്ങളും ഫെസിലിറ്റീസും. അതായത് ഇപ്പോൾ അവർക്കൊരു ഒരാഴ്ച നിൽക്കണമെങ്കിൽ പോലും അവിടെ ഫുൾ അതിൽ നിൽക്കാനുള്ള കിച്ചണും കാര്യങ്ങളും എല്ലാമായിട്ട് ആ കോമ്പൗണ്ടിന്റെ തൊട്ട് ചെന്നൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു. ആ ഗസ്റ്റ് ഹൗസ് ആണ് കുറച്ചുകൂടി വലുതാക്കി ഞങ്ങൾ വീടാക്കിയിട്ട് ഞങ്ങളും ആ കോമ്പൗണ്ടിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. അപ്പം അങ്ങനെ എപ്പോഴും ആളുണ്ടാവും. നാടകം കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഇവർ വെളുപ്പിന് വന്നിട്ട് ആ സമയത്തൊക്കെ ചിലപ്പോൾ വണ്ടി കിട്ടത്തില്ല. അതുകൊണ്ട് ഇവർ ക്യാമ്പിൽ വന്നിട്ട് പിറ്റേന്ന് രാവിലെ പയ്യെ പോയാൽ മതി എന്ന് പറഞ്ഞേക്കണം. അപ്പോൾ അവർക്ക് പിറ്റേന്നുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ എത്ര പേരുണ്ടാകും എന്നുള്ളത് രാവിലെ മനസ്സിലാക്കി അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കും. അയ്യോ, അങ്ങനെ ജൂബിലിയിൽ അങ്ങനെ ഒരു അവർ പുറത്തുനിന്ന് കഴിക്കണം അങ്ങനെ ചില ട്രൂപ്പുകളുണ്ട്. അത് ക്യാമ്പ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ചിലവൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷെ നമ്മുടെ അങ്ങനെയല്ല. നാടകം കഴിഞ്ഞ് രാത്രി കഴിഞ്ഞ ഉത്തരവാദിത്തം ഫലത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ്. അതെ അതെ. പിന്നെ വീണ്ടും ഇതുണ്ട്, ചിലർക്ക് പണ്ട് സ്പോട്ടിൽ വരുന്നതിന് പൈസയില്ല, ഓഫീസിൽ നിന്ന് പുറപ്പെട്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ഇടയിൽ നിർത്തുന്നതിനും പോകുന്നതിനും ഒക്കെ അത്. പക്ഷെ ട്രൂപ്പിനൊക്കെ ഒരു കാലത്ത് അത്രയും ചായക്ക് 10 രൂപ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ രണ്ടാമത്തെ മീൻ വറുത്തത് മേടിച്ച ട്രൂപ്പിന്റെ ഉത്തരവാദിത്തത്തിലല്ല, ഒന്നെന്ന് പറയുന്ന സമയമുണ്ട്. അവിടെ ഈ രാജേട്ടനെ പോലുള്ള ആളുകൾ സിനിമയിൽ നിന്നും മറ്റും പണം സമ്പാദിച്ചിട്ട് ഇവിടെ കൊണ്ട് ചെലവാക്കും. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. നാടകം മാത്രം നടത്തി ജീവിക്കുന്ന നമ്മൾ ആരെയും നാടകത്തിൽ പ്രതി ആരും പറയാൻ അത്രേ അതിന് ലാഭത്തിന് വേണ്ടിയല്ല വരുമാനം ഉള്ളൂ. അത് വെച്ച് ചെയ്യുന്നതിനകത്ത് എല്ലാവർക്കും അത്രയും സൗകര്യങ്ങൾ കൊടുത്തുവിടാൻ പറ്റൂല. ഇതിപ്പം മറ്റൊരു ജോലി. ഞാൻ കുറെ കൊല്ലം സലീം കുമാറേട്ടൻ്റെ ട്രൂപ്പിലായിരുന്നു. ഈ സലീമേട്ടൻ സിനിമാ നടൻ, ഇതിന്റെ ഓണർ സിനിമാ നടനായതുകൊണ്ട് ചില സ്ഥലത്ത് നമ്മൾ രാത്രി കഴിക്കാൻ പോയി കഴിയുമ്പോൾ അവര് ഉച്ചത്തെ അന്നദാനം കഴിഞ്ഞതൊക്കെ എടുത്ത് എവിടുന്നേലും വെച്ച് കഴിച്ചിട്ട് കഴിയുമ്പം നിങ്ങൾ ഹോട്ടലിൽ കഴിച്ചോ പറഞ്ഞിട്ട് പോകുന്ന പറയാവുന്ന ഒരു ഓണർ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു ട്രൂപ്പിന്റെ ഭാഗ്യമാണ്, അല്ലേ? ഓഡിറ്റോറിയം ബിൽഡിങ്ങും പണിത് കൊടുക്കുന്ന ട്രൂപ്പിനോടൊരു കെയറിങ്, നാടകത്തിലുള്ളവരോട് കെയറിങ് ഉണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യത്തെ എയർബസ്, ഒരു ട്രൂപ്പിന് എയർബസ് വിത്ത് പുഷ് ബാക്ക് സീറ്റ് എടുത്തത് ജൂബിലി ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കറിയത്തില്ല വേറെ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളത്. സ്വന്തമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിലായിരിക്കും പുഷ് ബാക്ക് സീറ്റ്. അതെ അതെ, സ്വന്തം വണ്ടി. അന്ന് ഏഷ്യർ എന്ന് പറഞ്ഞ കമ്പനി ഇവിടെ ഇന്ത്യയിൽ വന്നിട്ടേ ഉള്ളൂ. അവരുടെ ഒരു വണ്ടി എടുത്ത് അതിന് എയർ സസ്പെൻഷനൊക്കെ കയറ്റി പുഷ് ബാക്ക് സീറ്റാക്കി. അതായത് 32 സീറ്റിന്റെ വണ്ടി എടുത്തിട്ട് 22 സീറ്റാക്കി, അത്രയും സ്പേഷ്യസ് ആക്കി റിലാക്സ് ആക്കിയിട്ട് പുഷ് ബാക്ക് സീറ്റ് ആക്കിയിട്ട് മറ്റേ ഫുഡ് റെസ്റ്റ് ഉൾപ്പെടെ വെച്ചിട്ട്. അപ്പോൾ അടിച്ചും പറഞ്ഞു, ഞാനൊക്കെ പണ്ട് നാടകം കഴിഞ്ഞ് വന്നിട്ട് ഈ സീറ്റിൽ, അന്ന് മറ്റേ ഇങ്ങനെ സ്കൂൾ ബസ്സിന്റെ കൂട്ട് സീറ്റാണല്ലോ പണ്ടത്തെ വണ്ടി, ഇതിലിരുന്നൊന്ന് ഉറങ്ങാൻ ഭയങ്കര പാടുപെടുമായിരുന്നു. പക്ഷെ എൻ്റെ സ്റ്റാഫ് അത് അങ്ങനെ അനുഭവിക്കരുത്, അവർ സുഖമായിട്ട് ഉറങ്ങി ഇവിടെ വരണം, തിരിച്ച് ക്യാമ്പിലോട്ട്. അങ്ങനത്തെ ഒരു മുതലാളി ഉണ്ടാവല് വലിയ ഭാഗ്യമാണ്. ഞാനൊരു ട്രൂപ്പിലൊരിക്കൽ 1 കൊല്ലം കളിച്ചതിനകത്ത് വണ്ടിക്കകത്ത് മുഖത്തോട് മുഖം നോക്കിയിരിക്കണം. നടുക്കലത്തെ സീറ്റ് ഇങ്ങനെ ഇരിക്കുന്നു. ഇവിടുന്ന് കാസർഗോഡ് വരെയൊക്കെ വേർത്തിന്റെ മുഖം കണ്ടോണ്ട് പോകണം. അത് നമ്മൾ 3-4 ദിവസം ഉറക്കം നിൽക്കുന്ന കാരണം ബ്ലഡ് പ്രഷർ കൂടിയിട്ട് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യവും ഇടി ഉറങ്ങിയിട്ട് കാലെടുത്ത് മറ്റവന്റെ മടിയിലേക്ക് വെക്കും. അവൻ രാത്രി ഇടിക്കും. പിന്നെ പട്ടയെന്ന് പറഞ്ഞ് വണ്ടിക്കകത്ത് കിടന്ന് ഇടിയും വേളുമായിട്ട് പോയിട്ടുന്ന അവസ്ഥകളുണ്ട്. അവിടെ ഒപ്പം ഞാനിപ്പോൾ പറഞ്ഞ പോലെ അമ്മയുടെ ഒരു എഫേർട്ട് നമ്മൾ പറയാതെ പോകാൻ പറ്റില്ല കേട്ടോ. ഇത്രയും കാരണം പിന്നെ സിനിമയിലാണെങ്കിലും അന്നൊക്കെ നല്ല ട്രാവലില്ലേ, വീട്ടിൽ വരെ അത്ര ഫ്രീക്വന്റ് ആയിരിക്കുമല്ലോ ഒരു സമയത്ത്. ചേട്ടൻ പറഞ്ഞൊരു കാര്യം ഓർത്ത്, അതായത് ഈ ട്രൂപ്പിൽ എപ്പോഴും നമ്മൾ നല്ല കഴിവുള്ള ആർട്ടിസ്റ്റിനെ നോക്കിയാണല്ലോ വെക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ ആരെങ്കിലും ഒരാൾ ഇത്തിരി ദേശീയക്കാരനൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എത്ര നോക്കിയാലും ആരെങ്കിലും ഒരു കൊല്ലം ഒരു പ്രശ്നക്കാരൻ വെച്ച് ഉണ്ടാകണം. അപ്പോൾ ഈ ട്രൂപ്പ് സെക്രട്ടറി ആയിട്ട് അടിച്ചാൽ അയാളെ പിടിച്ചാക്കിക്കളയും. പിന്നെ പുള്ളിക്കാരോട് മഴക്കിടാൻ പറ്റില്ലല്ലോ, അതിന് പുള്ളിനെ ഏൽപ്പിച്ചേക്കണല്ലോ. എന്തെങ്കിലും മഴക്കുണ്ടായ പുള്ളിയാണ്, നിങ്ങളങ്ങനെ ചെയ്യരുത്, എൻ്റെ ഉത്തരവാദിത്വമാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അതിലിടപെട്ട് നന്നായി പൊക്കോളൂ. അങ്ങനത്തെ കുറെ ഈ കൊനിഷ്ഠ പിടിച്ച കുറച്ച് ബുദ്ധിയൊക്കെ കാണിക്കുമായിരുന്നു. അമ്മ ഇതിലേതിലെങ്കിലും അഭിപ്രായം പറയുകയോ ചോദിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു? നാടകത്തിലോ സിനിമയിലോ അഭിനയത്തെ പറ്റിയോ ഒക്കെ അതിൻ്റെ ഒരു നമ്മൾ വീട്ടിൽ പറഞ്ഞു കേൾപ്പിക്കുകയോ ചെയ്യുകയൊക്കെ ചെയ്യുമല്ലോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതോ 100% വീട്ടമ്മയായിരുന്നോ? നാടകം കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് അഭിപ്രായം പറയും. നാടകം ഇനാഗ്രേഷന്റെ സമയത്ത് ചേച്ചി വന്ന് കാണാറുള്ളൂ. അതുവരെ റിഹേഴ്സൽ ക്യാമ്പിലോട്ട് അധികം പകുതി വെച്ചൊന്നും കാണുമൊന്നുമില്ല. മൊത്തത്തിൽ കാണാന്നുള്ള രീതിയിൽ ഇനാഗ്രേറ്റ് ചെയ്യുമ്പോൾ മൊത്തം നാടകം കണ്ടു കഴിഞ്ഞാൽ ഇത് ഓടുമെങ്കിൽ ചേച്ചി അപ്പോൾ പറയും, ഈ പ്രാവശ്യം നാടകം കൊളുത്തും, അല്ലെങ്കിൽ അത്ര പോരട്ടാന്ന് കൃത്യ അഭിപ്രായം പറയുമായിരുന്നു.
അങ്ങനെയുള്ളൊരു ജഡ്ജ്മെന്റ് ഒക്കെ ഉള്ള ആളായിരുന്നു ചേച്ചി. 9 മക്കളും ഷൂട്ട് നടക്കുമ്പോഴേ ആളാരാന്ന് പറയുന്നില്ല, രാജേട്ടൻ്റെ ഒരു ബന്ധു അഭിനയിക്കാൻ വന്നു അതിനകത്ത്. അപ്പോൾ ആളെ മനസ്സിലായി. എനിക്കും മനസ്സിലായി, എനിക്കും മനസ്സിലായി. ഇതിനാ ഷാഫിക ഇങ്ങനെ അത് ഇത് ആ പേര് പറയാഞ്ഞ ഇതിലും ഭേദം പറയാതിരിക്കുന്നതാണ്. ഇതിലും കോമഡി ഇത്രേ ഉള്ളൂ. ആ ഈ ഇദ്ദേഹം രാജേട്ടനെ അടിക്കുന്ന സീനാ. അപ്പൊ ഇവര് തമ്മിൽ എന്തോ ഒരു ചെറിയൊരു വഴക്കോ എന്തോ ഉണ്ടായിട്ടുണ്ട് നേരത്തെ. അപ്പൊ രാജേട്ടൻ പറയണ്ട ഷോട്ടിന് മുമ്പ്, ഡാ നീ പഴയ വൈരാൻ വെച്ച് ശരിക്കും എനിക്കിട്ട് താങ്ങരുത് കേട്ടോ. അത് നമ്മുടെ പ്രേക്ഷകരോട് ഞാൻ ഇത്രയും പറഞ്ഞു പോയത് കൊണ്ട് ശരിക്കും അദ്ദേഹം ഇന്ന് വരേണ്ടതായിരുന്നു. അതികഠിനമായ പനി മൂലം അദ്ദേഹത്തിന് ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ പറ്റാതിരുന്നതാണ്. നമ്മുടെ ബൈജു ചേട്ടനാണ്, സംവിധായകനാണ്, അഭിനേതാവാണ്, ഒക്കെയാണ്. ഇടക്കാലത്ത് ബൈജു ചേട്ടന് ട്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ട്രൂപ്പിലിടയ്ക്ക് രാജേട്ടൻ ഗസ്റ്റായിട്ട് വരുമായിരുന്നു. ഞാനൊക്കെ അതില് ആ ട്രൂപ്പിൽ പല പരിപാടികൾക്ക് പോയിട്ടുണ്ട്. അത് വലിയ ഷോ ചെയ്യുള്ളൂ. പുള്ളി പിടിച്ച് കണ്ടമംഗലം അമ്പലത്തിൽ വലിയ ഷോ, നാട്ടിലുള്ള സർവ്വ ആർട്ടിസ്റ്റുകളൊക്കെ വിളിച്ച് ഷോ ചെയ്യുന്ന പരിപാടിയിലൊക്കെ ട്രൂപ്പുകൾ നടത്തിയിട്ടുണ്ട്. അത് ബൈജു എഴുപുന്ന ചേട്ടനാണ്. ഞാന് ഇത്രയും വർഷം ബൈജു പറയാൻ എന്താ വെച്ചാല് ഇവര് തമ്മിൽ ചെറിയൊരു ഒരു പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ബൈജു അപ്പൊ തന്നെ എന്താണ് അങ്ങനെ പറയണമെന്നൊക്കെ പറഞ്ഞു വിട്ടു. നമുക്കറിയാം ഇവര് തമ്മിലുള്ള ബന്ധം, പക്ഷെ TV ഓഡിയൻസിന് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിടികൊടുക്കാതെ എന്റെ പിടിവിട്ടു പോയി. പക്ഷെ എല്ലാവരും വന്നു ബൈജു. ഈ ബൈജു എഴുപന്ന ഞങ്ങളുടെ റിഹേഴ്സൽ ക്യാമ്പിൽ ഈ ആദ്യ നാടകം ഞാൻ പറഞ്ഞില്ല തിരുവനന്തപുരം, ആ സമയം തൊട്ട് റിഹേഴ്സൽ ക്യാമ്പിൽ വന്ന് നാടകം കാണാൻ വേണ്ടിയിരിക്കും, റിഹേഴ്സൽ കാണാനൊക്കെ വേണ്ടിയിരിക്കും. അഭിനയിക്കണം, നാടകത്തിൽ അഭിനയിക്കണമെന്നും പറഞ്ഞുകൊണ്ട് രായേട്ടനോട് പറയും, എന്നോട് പറയും. അങ്ങനെ രായേട്ടൻ പറയടാ നീ പഠിക്കണല്ലേ, പഠിത്തമൊക്കെ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തും. കോയിൻസിഡന്റലി എന്ന് പറഞ്ഞാൽ ഈ ബൈജു എഴുപന്ന ആദ്യമായിട്ട് അഭിനയിക്കുന്നതും എന്റെ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന സിനിമയിലാണ്. അതിലാണ് ഗീതാ വിജയന്റെ ഒരു കോമ്പിനേഷനിലുള്ള ഒരു സീനിലൊക്കെ ബൈജു അഭിനയിക്കുന്നത് ഫസ്റ്റ് ബെല്ലാണ്. അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്. ഞാനുമായിട്ട് ഇടയ്ക്ക് വെളിയും ഈ സ്റ്റേജ് പരിപാടി ഉണ്ടായിരുന്നത് കൊണ്ടും ഇതുണ്ട്. അതിൽ എനിക്കെപ്പോഴും ഞാൻ ബൈജുചേട്ടൻ ഓർക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ എല്ലാ പരിപാടിയും എല്ലാം കൃത്യമായിട്ട് എഴുതി വെക്കുകയും സമയത്തെത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. എനിക്കതിൽ യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ല, എല്ലാം കൃത്യമായിട്ടൊക്കെ എത്തണം. ഇനി അഥവാ എന്തെങ്കിലും പറ്റിയാലും എനിക്ക് എങ്ങനെയോ എല്ലാം ഇണങ്ങി കിട്ടാറുണ്ട്. അറിയാതെ ഒരു ദിവസം ഞാൻ 2 പരിപാടി എടുത്തു. ഒരു ദിവസം ഒരേ ഡേറ്റിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവസാനം ഞാൻ വിളിച്ചന്വേഷിച്ചപ്പം ഒരു പരിപാടി 6 മണിക്ക് കൊല്ലത്ത് എവിടെയോയും 11 മണിക്ക് അവിടെ നിന്ന് എനിക്ക് ഓടി എത്താവുന്ന ദൂരെയാണ് രണ്ടാമത്തെ പരിപാടി. രണ്ടാമത്തെ കോഴിക്കോടാണ്, ചുറ്റിപ്പോയില്ലേ. ഇത് യാദൃച്ഛികമായിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. അതേപോലുള്ള ഒരു അനുഭവം ഈ ബൈജു ചേട്ടൻ ഉണ്ടായിട്ടുണ്ട്. അതായത് അദ്ദേഹം ചോറ്റാനിക്കര ഭാഗത്ത് എവിടെ ഒരു വലിയ മെഗാ ഷോ ഈ ബൈജു ചേട്ടൻ പിടിച്ചിട്ട് ഞാൻ പുറത്ത് എവിടെയായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉള്ള ആളെ വിളിച്ചിട്ട് ഡേറ്റ് കൊടുത്തേക്ക് എന്നെങ്ങാണ്ട് പറഞ്ഞു. അവൻ എന്നോട് പറയാൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല. വന്നപ്പോൾ പുള്ളി വിളിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ആ ദിവസം ഞാൻ തൃശ്ശൂർ, എനിക്ക് പ്രോഗ്രാം ഉണ്ട്, ഞാൻ പൊക്കോണ്ടിരിക്കുമ്പോൾ മൊബൈലൊക്കെ വന്നിട്ടുണ്ട്, എന്നെ വിളിക്കുക. ബൈച്ചേൻ്റെ കോൾ 1 വന്നു, ഞാൻ എടുത്തില്ല, 2 വന്നു. അപ്പം എനിക്ക് ഈ ബെല്ലടിക്കുമ്പോഴാണ് എനിക്ക് ദൈവമേ ചോറ്റാനിക്കര ഇന്ന് പ്രോഗ്രാം ഉണ്ടല്ലോ എന്ന് ഓർക്കുന്നത്. ഞാൻ ഓടി അങ്കമാലി കഴിഞ്ഞിട്ടുണ്ട്. ഒരു 4 ബെല്ലടി കഴിഞ്ഞപ്പോൾ, ഇന്നൊരു സത്യം കൂടെ പുള്ളി മനസ്സിലാകും, 4 ബെല്ലടി കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് എന്തേലും പറയാൻ നിർത്ത് ഫോൺ എടുത്ത് ഹലോ എന്ന് പറഞ്ഞു. ബൈച്ചേട്ടൻ പുറപ്പെട്ടോ എന്ന് ചോദിച്ചു. ഞാൻ പുറപ്പെടണ്ട, നമ്മുടെ ഷോ മാറ്റി വെച്ചു, ഇവിടെ ഒരു ചെറിയ മരണം ഉണ്ടായി, അതുകൊണ്ട് ഷോ മാറ്റി വെച്ചു, വെരി സോറി എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പുറപ്പെട്ടു പോയല്ലോ ഏട്ടാ, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ച് അങ്ങനെ രക്ഷപ്പെട്ട ട്രൂപ്പിന്റെ ഓണറാണ് ബൈജു ചേട്ടൻ. വീണ്ടും നമുക്ക് രാജൻദേവ് സാറിനെ കുറിച്ച്, പ്രിയപ്പെട്ട മെക്കാട്ടിൻ സാർ. അദ്ദേഹത്തിൻ്റെ വിയോഗം വല്ലാതെ വേദനിപ്പിച്ചു. കാരണം ഏതോ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ എന്നോട് പറഞ്ഞു, കണ്ണിന് കാഴ്ച പോയി തുടങ്ങി, ഒരു കണ്ണിന് എന്തോ പ്രശ്നമുണ്ട്, ഫൈറ്റ് ചെയ്തപ്പോൾ പോയതാണ് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് രാജേട്ടൻ വീണ്ടും ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, ഫൈറ്റ് ചെയ്ത് പോയതല്ല ശരിക്കും, അത് ഡയബറ്റിക് സംബന്ധമോ മറ്റോ ആണ്, എന്തോ പറഞ്ഞു. ഞാനിപ്പോൾ അത് കൃത്യമായിട്ട് ഓർക്കണില്ല. ശാരീരികമായി വളരെ കുഴപ്പത്തിലാണ് ഞാൻ, എനിക്ക് കണ്ണ് കാഴ്ച ശരിക്കില്ല ഇപ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ അത് സംബന്ധിച്ച് ഒരു കോമഡിയും അവിടെ ഉണ്ടായി. രാജേട്ടൻ ആള് മാറി ഒരാളുടെ പോയി ഷോൾഡറിൽ കൈയിട്ട് ചെവിയിലെന്തോ ഒരു രഹസ്യം പറഞ്ഞ് പെട്ടെന്ന് അയാൾ
എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കി എൻ്റെ രാജേട്ടൻ ഞെട്ടിപ്പോയി. ഉദ്ദേശിച്ച ആളായിരുന്നില്ല. അപ്പം എന്നോട് പറഞ്ഞു, മോനെ ആകെ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്, ഇനി ഇത് എത്ര കാലം ഉണ്ടാവുമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് പിരിഞ്ഞത്. എനിക്കൊന്ന് ലവിൻ സിംഗപ്പൂരാണെന്ന് തോന്നുന്നു ആ പടം. അത് ആ ലൊക്കേഷൻ കാരക്കുടിയായിരുന്നു, അവിടെ വെച്ചാണ് പറഞ്ഞത്. അപ്പോൾ വലിയൊരു ആർട്ടിസ്റ്റ്, ഏത് നേരവും ഊർജ്ജസ്വലനായി നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഇത്രയും തളർന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതിൽ ഒരുപാട് വിഷമം തോന്നി. എന്തായാലും ഒരുപാട് കഥാപാത്രങ്ങളെ നമുക്ക് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഒരു വലിയ മനുഷ്യനാണ് രാജേട്ടൻ.